ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പൂയം നക്ഷത്രത്തെക്കുറിച്ചാണ്. പുഷ്യ എന്ന് പറയുന്ന നക്ഷത്രം. പൂയം നക്ഷത്രം കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രമാകുന്നു. അതായത് കർക്കിടകക്കൂർ എന്ന് പറയും. ജന്മദശ ശനിദശയിലാണ് ഇവർ ജനിക്കുന്നത്. നക്ഷത്ര ദേവത എന്ന് പറയുന്നത് ബൃഹസ്പതി, അതായത് വ്യാഴം ആണ്. ഗണം ദേവഗണത്തിൽ, യോനി പുരുഷയോനി, പഞ്ചഭൂതങ്ങളിൽ ഭൂതം ജലം, മൃഗം ആട്, പക്ഷി ചെമ്പോത്ത്, വൃക്ഷം അരയാല്, അക്ഷരം ഈ, മന്ത്രാക്ഷരം മ. മധ്യമ ഋജുവിലാണ് ഇവർ വരുന്നത്. വേദം കടീവേദത്തിൽ വരും. വേദ നക്ഷത്രം പൂരാടം, അനുജന്മ നക്ഷത്രം അനിഴം, ത്രിജന്മ നക്ഷത്രം ഉത്രട്ടാതി, ഗോത്രം മരീചി, നാടിക മധ്യപാർശ്വനാടി, അഷ്ടദിഗ് ദേവത മഹേശ്വരി, യൂജി മധ്യയൂജി. ഇനി ഈശ്വരനായിട്ട് വരുന്ന ശനീശ്വരനാണ് ഇതിൻ്റെ ഈശ്വരനായിട്ട് വരുന്നത്. വർണ്ണം അല്ലെങ്കിൽ ജാതി എന്ന് പറയുന്നത് ക്ഷത്രിയനായിട്ട് വരും. നക്ഷത്രത്തിൻ്റെ ജാതിയാണ്, ആളിൻ്റെ ജാതിയല്ല. ചിഹ്നം പശുവിൻ്റെ അകിടാണ്. ജനനം ശനിദശയിലാണ് ഇവർ ജനിക്കുന്നത്. പുഷ്ടിപ്പെടുത്തുന്നവൾ, പുഷ്യ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഇതിൻ്റെ 8 നക്ഷത്രങ്ങൾ വാൾക്കണ്ണാടി പോലെ ആകാശത്ത് കാണപ്പെടുന്നതിനെ പൂയം നക്ഷത്രം എന്ന് പറയുന്നു. ഇഷ്ട ദൈവം മഹാവിഷ്ണു ആകുന്നു. ശനിയാഴ്ച വ്രതം, ശാസ്താഭജനം നല്ലതാണ്. ദുർഗാദേവിയെ പ്രീതിപ്പെടുത്തണം, ചന്ദ്രനെ പ്രീതിപ്പെടുത്തണം, അതൊക്കെ നല്ലതായിരിക്കും. പൂയം നക്ഷത്രവും ശനിയാഴ്ച ദിവസവും വരുന്ന ഏതെങ്കിലും ദിവസം കലണ്ടറിൽ നോക്കിയിട്ട് കിട്ടുകയാണെങ്കിൽ ആ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രം, അയ്യപ്പൻ്റെ സ്വാമിയുടെ ക്ഷേത്രമാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. എള്ളു പായസം വഴിപാടായി ഭഗവാന് കൊടുക്കുന്നതും വളരെ നല്ലതായിരിക്കും. ഇനി പൂയം നക്ഷത്രക്കാരുടെ കാര്യങ്ങൾ, അവരുടെ സ്വഭാവങ്ങളും രീതികളും പറയുകയാണെങ്കിൽ, പൂയം നക്ഷത്രക്കാർ ഏറ്റെടുക്കുന്ന ചുമതലകൾ ആത്മാർത്ഥതയോടെയും സത്യസന്ധമായും നിർവഹിക്കും. ശാന്തപ്രകൃതരായിരിക്കും. വിദ്യ, ധനം, ധർമ്മിഷ്ഠ എന്നീ ഗുണങ്ങൾ അവർക്കുണ്ടാവും. ഗുരുഭക്തിയും മതാനുഷ്ഠാനമുള്ളവരും ആയിരിക്കും. മതത്തിൻ്റെ കാര്യങ്ങളെല്ലാം അവർ കൃത്യമായി ചെയ്യുന്നവരായിരിക്കും. വ്രതങ്ങളൊക്കെ എടുക്കുന്നവരായിരിക്കും. സ്വഭാവം എല്ലാവരും ഇഷ്ടപ്പെടുന്നതിനാൽ, ഇവരുടെ സ്വഭാവം എല്ലാവരും ഇഷ്ടപ്പെടുന്നതിനാൽ ആരുമായും ഇടപഴകാൻ ഇവർക്ക് പ്രയാസം ഉണ്ടാവില്ല. മിതവ്യയം ആയിരിക്കും. അത് ചുരുങ്ങിയ ചെലവ് ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും. സൂക്ഷ്മതയും ആത്മവിശ്വാസവും മൂലം ഉയർന്ന നിലയിൽ അവരെത്തും. കഠിനാധ്വാനം മൂലവും സത്യസന്ധത മൂലമൊക്കെ വളരെ ഉയർന്ന നിലയിൽ ഇവർ എത്തിച്ചേരും. ചില സമയങ്ങളിൽ കുടുംബസ്നേഹിയും അതിഥി സൽക്കാരം പ്രിയനായും ഒക്കെ കാണപ്പെടുന്നു. വസ്തുതകൾക്ക് നിരക്കാത്ത ശുഭാപ്തി വിശ്വാസം പ്രദർശിപ്പിക്കുന്നതിനും ഇവർക്ക് കഴിയും. ഈശ്വരഭക്തി ഇവർക്കുണ്ടായിരിക്കും. ഇനി പൂയം നക്ഷത്രത്തിന് മറ്റെല്ലാ നക്ഷത്രത്തെ പോലെ തന്നെ 4 പാദങ്ങളുണ്ട്. അതിൽ പൂയം നക്ഷത്രത്തിൻ്റെ 1-ാം പാദത്തിൽ ജനിച്ചാൽ തനിക്ക് തന്നെ ദോഷമാണ്. 2-ാം പാദത്തിൽ ജനിച്ചാൽ അമ്മയ്ക്ക് ദോഷം. 3-ാം പാദത്തിലാണ് പൂയം നക്ഷത്രത്തിൻ്റെ ജനിക്കുകയാണെങ്കിൽ അച്ഛന് ദോഷം. 4-ാം പാദത്തിൽ ജനിച്ച അമ്മാവന് ദോഷം. ജനിക്കുന്ന സമയം ശുക്ലപക്ഷമാണെങ്കിൽ യാതൊരു ദോഷവുമില്ല. പൂയം നക്ഷത്രക്കാരുടെ തൊഴിൽ രാഷ്ട്രീയം, സർക്കാർ മേഖലയിലുള്ള ജോലികൾ, ഭക്ഷ്യവ്യവസായം, ജലസേചന വകുപ്പ്, ക്ഷീരവ്യവസായം, റെസ്റ്റോറൻ്റ് ഉടമ, ആത്മീയത, അധ്യാപകൻ, കൗൺസിലർ, അവതാരകൻ, സൈക്കോളജിസ്റ്റ്, റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ്, എണ്ണ മേഖലാ വ്യവസായം എന്നീ തൊഴിലുകൾ അവർക്ക് ചെയ്യാവുന്നതാണ്. പൂയം നക്ഷത്രക്കാർക്ക് ധരിക്കാവുന്ന രത്നങ്ങൾ ശനീശ്വരൻ്റെ സ്വാധീനമുള്ള ഇന്ദ്രനീലം എന്ന രത്നം നല്ലതാകുന്നു. ബ്ലൂ സഫയർ. ഇതിൻ്റെ ഉപരത്നങ്ങളായ ബെല്യൂ സ്റ്റാർ സഫയർ, അയോലെറ്റ്സ്, അമീത്യസ്റ്റ്, ബ്ലൂ ടോപ്പാസ്, ലെപ്പീസ് ലസൂലി എന്നീ ഉപരത്നങ്ങളും ധരിക്കാവുന്നതാണ്. ഉപരത്നങ്ങൾക്ക് വില കുറവാണ്. അത് കൂടുതലും തായ്ലാൻഡിൽ നിന്ന് വരുന്നതാണ്. രത്നം ധരിക്കുന്നതിന് മുമ്പ് ഒരു ജ്യോതിഷൻ്റെ അഭിപ്രായം തേടുന്നത് വളരെ നല്ലതായിരിക്കും. രത്നത്തിൻ്റെ തൂക്കം, കാരറ്റെല്ലാം കൃത്യമായിരിക്കണം. അത് ജ്യോതിഷൻ്റെ അഭിപ്രായം വേണം. മാത്രമല്ല രത്നത്തിനെ പൂജിക്കണം. നല്ലൊരു ദിവസം നോക്കി അത് ധരിക്കാനെടുക്കണം. എന്നിരുന്നാലേ അതുകൊണ്ട് പ്രയോജനം കിട്ടൂ. പിന്നെ അടുത്ത പൂയം നക്ഷത്രക്കാരുടെ ഭാഗ്യ നിറങ്ങളാണ്. വെള്ള നിറം അവർക്ക് വളരെ യോജിച്ചതാണ്. ഇനി വെള്ള നിറം അല്ലെങ്കിൽ വെള്ളി, നമ്മൾ സിൽവർ എന്ന ലോകം, അതിൻ്റെ നിറവും അവർക്ക് വളരെയധികം ഭാഗ്യങ്ങളുണ്ടാക്കും. ഇൻ്റർവ്യൂവോ അതുപോലെ പ്രധാനപ്പെട്ട കാര്യസാധ്യത്തിനുള്ളതിനൊക്കെ പോകുന്ന സമയത്ത് ഈ നിറങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ അവർക്ക് ഗുണം ചെയ്യുന്നു. അതിൻ്റെ ഭാഗ്യവർണ്ണങ്ങൾ ഭാഗ്യം കിട്ടുന്നു. അടുത്ത് രുദ്രാക്ഷം ധരിക്കാനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഏത് ദശയാണ് നടക്കുന്നതെന്ന് നോക്കി ആ ദശാനാഥൻ്റെ സ്വാധീനമുള്ള രുദ്രാക്ഷമായോ അത് ഒരു കുരുവിൽ കോർത്തോ അല്ലെങ്കിൽ വെള്ളിയിലോ അല്ലെങ്കിൽ സ്വർണത്തിലോ കോർത്ത് ധരിക്കാവുന്നതാണ്. 5 മുഖമുള്ള രുദ്രാക്ഷം എല്ലാവർക്കും ധരിക്കാവുന്നതാണ്. ഇനി സൂര്യദശ നടക്കണമെങ്കിൽ 1 മുഖവും, ചന്ദ്രദശ 2 മുഖവും, കുജദശ 3 മുഖവും, ബുധദശ 4 മുഖവും, ഗുരുദശ 5 മുഖവും, ശുക്രദശ 6 മുഖവും,
ശനിദശ 7 മുഖവും രാഹുർ ദശ 8 മുഖവും കേതുർ ദശ 9 മുഖത്തിലുമുള്ളതാണ് ധരിക്കേണ്ടത്. എല്ലാ ഗ്രഹത്തിൻ്റെയും സ്വാധീനം ലഭിക്കാൻ 10 മുഖമുള്ള രുദ്രാക്ഷം ധരിക്കണം. 11 മുഖമുള്ള രുദ്രാക്ഷം ധരിക്കുന്നത് പ്രത്യേക കാര്യസാധ്യത്തിന് വേണ്ടിയാകുന്നു. പിന്നെ ഗൗരി, ശങ്കരം, ഗർഭജ്യോതി, ത്രിച്യൂതി എന്നീ അതിവിശിഷ്ട രുദ്രാക്ഷങ്ങളുമുണ്ട്. അതെല്ലാം ഓരോ വിശിഷ്ട കാര്യങ്ങൾക്ക് ധരിക്കാനുള്ളതാണ്. ശിവഭഗവാന്റെ കൺപീലിയിലെ വേർപ്പ് തുള്ളികൾ ഭൂമിയിൽ വീണിട്ടാണ് രുദ്രാസ്യ സസ്യങ്ങൾ മുളച്ചത്. ഈ സസ്യത്തിൻ്റെ കുരുക്കളാണ് രുദ്രാക്ഷം എന്ന് പറയുന്നത്. രുദ്രാക്ഷം ധരിക്കുന്നവർ വിഭൂതി ധരിക്കണം. അവർ ശിവഭക്തരാകണം. മരിച്ചു കഴിഞ്ഞാൽ അവർ ശിവഭഗവാന്റെ ലോകത്തേക്ക് പോകുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതും പൂജാപരമായതും രത്നധാരണം, രുദ്രാക്ഷധാരണ എന്നിവയെക്കുറിച്ചുള്ള സംശയ നിവാരണത്തിന് എൻ്റെ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഫോൺ നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതിൻ്റെ ഉത്തരങ്ങൾ എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നന്ദി, നമസ്കാരം.